മക്കളെ, നമുക്കിന്ന് നല്ല അടിപൊളി അവല് കൊണ്ടുള്ള ഒരു മിച്ചർ ഉണ്ടാക്കാം. അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടമാവും. നമ്മൾ യാത്രകൾക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാക്കി വെച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ മുരാന്ന് കഴിച്ച് യാത്ര ചെയ്യുക. അതിന് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണാം. അതിന് വേണ്ടി ഞാനിവിടെ 3 കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല കട്ടിയുള്ള അവലാണ്, നൈസ് അവലല്ല എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ഓട്ടമുള്ള ഒരു പാത്രത്തിൽ വെച്ച് തരിച്ചെടുക്കാം. അതെന്തിനാ വെച്ചാൽ നമ്മളിത് പൊരിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ തരി എന്തെങ്കിലും പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പൊടി ഉണ്ടെങ്കിൽ നമ്മൾ പൊരിക്കുമ്പോൾ അതിൽ കിടന്ന് വേഗം കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് തരിക്കുന്നത്. കണ്ടില്ലേ ഈ കുഞ്ഞു കുഞ്ഞു അവലിൻ്റെ കഷ്ണങ്ങൾ, അതൊക്കെ അങ്ങ് നമുക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ കണ്ടില്ല, അതിലുള്ള എല്ലാ പൊടികളും ഞാൻ തരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കൊട്ടിക്കൊടുക്കാം. നമുക്കിനി ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഇത് കുറച്ച് ദിവസം വെക്കണമെങ്കിൽ നമുക്ക് ഓയിലാണ് നല്ലത് കേട്ടോ. ഇനി ഓയിലൊന്ന് ചൂടായി വരട്ടെ. ഇനി ഇതാ നമുക്ക് ഇതേപോലത്തെ ഒരു തരിപ്പ് വേണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ വെച്ച് പൊരിച്ചെടുക്കുമ്പോൾ വേഗം പണി കഴിയും. മറ്റേത് നമ്മൾ ഈ എണ്ണയിലിട്ട് ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ കോരിയെടുക്കുമ്പോൾ ഒരുപാട് എണ്ണ വരും. അപ്പോൾ ഇതിൽ അങ്ങനെ എടുക്കുമ്പോൾ അങ്ങനെ എണ്ണയൊന്നും വരില്ല. അതുകൊണ്ടാണ് ഇത് വെക്കുക. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഒന്ന് ചൂടാവട്ടെ. മക്കൾ, ആദ്യം നമുക്ക് എണ്ണയിൽ 1 കപ്പ് കടല ഇട്ടിട്ട് അങ്ങോട്ട് പൊരിച്ചെടുക്കാം. ഇതിലാവുമ്പോൾ കണ്ടില്ലേ എത്ര എളുപ്പമാണ്. കോരി നമ്മൾ എടുക്കുമ്പോഴുണ്ടല്ലോ, കുറച്ച് കോരി എടുക്കുമ്പോൾ കുറച്ച് കരിയും, അങ്ങനെ ആവും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഒറ്റയടിക്ക് നമുക്കിങ്ങ് പൊന്തിച്ചെടുത്താൽ മതിയല്ലോ. അപ്പോൾ വേഗം നമ്മുടെ പണിയും കഴിയും. എണ്ണ നല്ല ചൂടായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോഴാണ് നമുക്ക് വേഗം ആവുള്ളൂ. എണ്ണ ചൂടാവുന്നതിൻ്റെ മുന്നേ ഇട്ടാൽ എണ്ണ ചൂടായി കടല ചൂടായി പൊരിഞ്ഞ് വരണമെങ്കിൽ കുറച്ച് താമസം പിടിക്കും. അതുകൊണ്ടാണ് എണ്ണ നല്ല ചൂടായിട്ട് ഇടണം പറഞ്ഞത് കേട്ടോ. ഇനി നിങ്ങൾക്ക് വറുത്ത കടലയാണ് കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ പൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ മിക്സറിലങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം നമ്മുടെ കടല പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയൊക്കെ ഇങ്ങനെ വറ്റിച്ചെടുക്കാം. കണ്ടില്ലേ, ഇപ്പം നമ്മളിങ്ങനെ ആക്കുമ്പോൾ അതിൽ എണ്ണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ളിൽ പോവും. മറ്റേമാതിരി ആകുമ്പോൾ നമ്മൾ കോരി എടുക്കുമ്പോൾ ഉള്ള എണ്ണയൊക്കെ ഇതിൽ വരികയും ചെയ്യും. വേഗം എണ്ണ താഴ്ന്നു പോവില്ല. ഇനി നമുക്കൊരു വലിയ പാത്രത്തിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ പൊട്ടുകടല ഇട്ട് കൊടുക്കാം. അത് ഇതേപോലെ പൊരിഞ്ഞ് വരട്ടെ. പൊട്ടുകടല നമുക്ക് വറുത്തിട്ടാണ് കിട്ടുന്നത്. എന്നാലും നമുക്ക് ഒന്നുകൂടി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോഴേ അധികം സമയമൊന്നും വരില്ല. പടപടപടാ അങ്ങോട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഈ പൊട്ടുകടല ഒരു ചെറിയ കളർ മാറി വരുമ്പോൾ നമുക്കിത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതും നമുക്കിനി എടുക്കാം. കണ്ടില്ലേ, നമ്മുടെ പൊട്ടുകടലയും പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാത്രത്തിൽ തന്നെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ മതി. എന്താ വെച്ചാൽ നമുക്കൊക്കെ മിസ്സാക്കണ്ടല്ലേ, അതുകൊണ്ടാണ്. ഇനി നമുക്കിതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് ബദാം പരിപ്പിട്ട് കൊടുക്കാം. ഇത് ഇനി പൊരിഞ്ഞൊരു ഗോൾഡൻ കളറായി വരട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ ബദാമും പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതുകൂടി എടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതും ഇതേപോലെ മൊരിഞ്ഞ് വരട്ടെ. അണ്ടിപ്പരിപ്പ് ഒന്ന് കളർ മാറി വരട്ടെ. അതുവരെ നമുക്ക് പൊരിച്ചെടുക്കാം. മക്കളെ, ഈ തരിപ്പായതുകൊണ്ട് എന്ത് സുഖമാണ്, വേഗം വേഗം പണി കഴിഞ്ഞിട്ടോ. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പൊന്ന് കളർ മാറി വന്നിട്ടുണ്ട്. അത് ഇനി നമുക്ക് എടുക്കാം. ഇത് നമുക്കിനി ഇതിൻ്റെ കൂടെ തന്നെ കൊട്ടിക്കൊടുക്കാം. ഇനി നമുക്കിതിൽ കുറച്ച് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. ഇത് കണ്ടില്ല, ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ്. കൊപ്പറ തേങ്ങയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി സാധാ തേങ്ങ ആയാലും കുഴപ്പമില്ല കേട്ടോ. എൻ്റെ അടുത്ത് കൊപ്പറ തേങ്ങ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അതിട്ട് കൊടുത്തത്. സാധാ തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ ഇതിനേക്കാളും പൊരിഞ്ഞ് വരാൻ കുറച്ചുകൂടി സമയം പിടിക്കും. ഇതാവുമ്പോൾ കൊപ്പറ തേങ്ങ ആകുമ്പോൾ വേഗം പൊരിയും. കണ്ടില്ലേ പൊരിയുന്നത്? തേങ്ങ നന്നായിട്ട് പൊരിച്ചെടുക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ
അതിൻ്റെ കൂടെ കിടന്നിട്ട് പെട്ടെന്ന് മിക്സർ പെട്ടെന്ന് കേട് വരാൻ സാധ്യതയുണ്ട്. തേങ്ങ നന്നായിട്ട് പൊരിച്ചെടുക്കണേ, അതില്ലെങ്കിൽ മിക്സറിൻ്റെ കൂടെ കിടന്നിട്ട് മിക്സർ വേഗം കേട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പം തേങ്ങ നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുന്തിരി പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉണക്ക മുന്തിരിയാണ് കേട്ടോ, അത് വീർത്ത് വരട്ട്, കണ്ടില്ലേ? കുഞ്ഞു കുഞ്ഞു മുന്തിരിയാണ്, അതും വീർത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി എടുക്കാം. ഇത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം. മുന്തിരി ഇട്ട് കൊടുത്താൽ ഒരു ചെറിയ മധുരം ഉണ്ടാവും കേട്ടോ, അതുകൊണ്ടാണ്. ഇനി നമുക്ക് തോലോടെ ചതച്ച് വെച്ച ഒരു കുടം വെളുത്തുള്ളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതുകൂടി ഒന്ന് പൊരിഞ്ഞ് വന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. പിന്നെ ഈ വെളുത്തുള്ളിയുടെ മണം ഇഷ്ടമില്ലാത്തവർ ഇത് ഒഴിവാക്കാം കേട്ടോ. നമ്മുടെ വെളുത്തുള്ളിയും പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് ഇനി അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ കുറച്ച് വറ്റൽ മുളക്, ഞാനൊരു 3 വറ്റൽ മുളക് മുറിച്ചെടുത്തിട്ടുണ്ട്, അതുകൂടി പൊരിച്ചെടുക്കാം. ഈ വറ്റൽ മുളകും പൊരിച്ചത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പില നന്നായിട്ട് പൊരിഞ്ഞ് വരട്ടെ കേട്ടോ. അത് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. മക്കളെ, കരിവേപ്പില കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് മെയിൻ സാധനമായിട്ടുള്ള അവലിട്ട് കൊടുക്കാം. അവലിട്ട് കൊടുക്കുമ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒക്കപ്പാടെ കരിഞ്ഞു പോവുക. ഈ അവലൊന്ന് പൊരിഞ്ഞ് വെള്ള കളറായി വരുമ്പോൾ നമുക്ക് എടുക്കാം. കണ്ടില്ലേ, പൊരിഞ്ഞ് വരുന്നു. ഇത്രയേ ഉള്ളൂ, കണ്ടില്ലേ മക്കൾ? അവൽ പെട്ടെന്നാവും കേട്ടോ. നമുക്കിത് അതേപോലെ അതിലേക്ക് കൊട്ടി കൊടുക്കാം. എല്ലാതും ഇതേപോലെ വറുത്തെടുക്കാം. അവലിലുള്ള എണ്ണയൊക്കെ നമുക്ക് പരമാവധി ഒഴിവാക്കാം കേട്ടോ. കണ്ടില്ലേ, ഒക്കെ ഒഴുകി. നമുക്ക് നമ്മൾ പൊരിച്ച് വെച്ചിരുന്നതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. അടുത്തത് നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. മക്കൾ, അവൽ പെട്ടെന്നാവും കേട്ടോ. എല്ലാതും ഇതേപോലെ പൊരിച്ചെടുക്കാം. അപ്പം നമ്മുടെ മിക്സറിന് വേണ്ടിയിട്ടുള്ള എല്ലാതും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട ഒരു മസാല ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടി ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഈ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണ് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ പാകത്തിനുള്ള ഉപ്പും കൂടി ഇടാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഉപ്പും കായമും മുളക് പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇത് മിക്സായി വരട്ടെ. ഇനി ഇതിനങ്ങോട്ട് എടുത്തിട്ട് ഇനി നമുക്ക് ഈ മസാല നമ്മൾ പൊരിച്ച് വെച്ച മിക്സിലേക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് എല്ലാതും പാടെ ഒന്ന് മിക്സാക്കി എടുക്കാം. മക്കൾ, അങ്ങനെ നമ്മുടെ അവൽ കൊണ്ടുണ്ടാക്കിയ ഹെൽത്തി മിക്സർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവൽ മിക്സർ അടിപൊളിയായി റെഡി ആയിട്ട് നമുക്കിനി പാത്രത്തിലേക്ക് വിളമ്പി വെക്കാം. മക്കളെ, അപ്പം നമ്മുടെ അവൽ മിക്സർ ഉണ്ടാക്കാൻ ഇത്രയേ ഉള്ളൂ പണി. ഇതുണ്ടാക്കിയിട്ട് കാറ്റ് കൊള്ളാത്ത ഒരളുക്കിൽ മൂടി വെക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ നമുക്ക് കഴിക്കാൻ പറ്റും. ചായ ഉണ്ടാക്കി ഇതും കഴിച്ചാൽ നല്ല രസം ഉണ്ടാവും. ഇപ്പം മഴയും കൂടിയല്ലേ, നല്ല സുഖം ഉണ്ടാവും. ഇത് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ, ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.